ഹായ്, എല്ലാവർക്കും പോളിടെക്നിക് കളേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് അറിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആഴ്ചകളായിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു മാസത്തോളം ആവാറായി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പോളിടെക്നിക് ജേണി? നമ്മൾ ഒരുപാട് പേര് അഡ്മിഷൻ ഈ ഒരു ഇഷ്ടമുള്ള കോഴ്സുകളിൽ അതുപോലെ തന്നെ ഇഷ്ടമുള്ള കോളേജുകളിലൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ഒരു ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പോളിടെക്നിക്ക് ബുദ്ധിമുട്ടാണോ അതോ എങ്ങനെ? ഫസ്റ്റ് ഇയർ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല, കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മിക്കവാറും ഈ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് അത്യാവശ്യം പഠിക്കാനുണ്ടായിരിക്കും. കാരണം എല്ലാവരും പറയുക ഫസ്റ്റ് ഇയർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഈ മാത്സും കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ളതൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മാത്സിൻ്റെ കാര്യം പറയാതെ, മാത്സ് കയറി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 വർഷം വലിയ കുഴപ്പമില്ല, സിമ്പിളാണ് എന്നൊക്കെ പറയും എല്ലാവരും. അപ്പോൾ നമ്മൾ മാത്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും സെക്കൻഡ് ഇയർ പോകുമ്പോൾ അതിലേറെ വലിയ സാധനങ്ങൾ അവിടെ കാണുക. എങ്കിലും ഓരോ സെമസ്റ്ററിലും ബുദ്ധിമുട്ടുള്ള ഒരു മാക്സിമം ഒരു 1-2 സബ്ജക്റ്റുകളൊക്കെ തന്നെ ഉണ്ടാവും. ബാക്കിയൊക്കെ നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് എല്ലാ ട്രേഡിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള പോലെ ഇരിക്കും. അപ്പോൾ നല്ല സീനുള്ള സബ്ജക്റ്റുകളൊക്കെ ഏതൊക്കെ നോക്കുക, അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോക്കുക, അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കുക. അതൊന്നും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡെയിലി പഠിച്ചു പോകുന്ന ആളുകളാവുന്നൊന്നും എന്തായാലും തോന്നുന്നില്ല. എക്സാമിൻ്റെ കുറച്ച് നാൾ മുൻപ് എന്തായാലും എല്ലാവരും അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കുന്നതായിരിക്കും എപ്പോഴും ചെയ്യാം. പരമാവധി എല്ലാവരും സപ്ലി ഇല്ലാണ്ട് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ, സപ്ലി ഇല്ലാണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സപ്ലി വരും, പിന്നെ അത് എഴുതിയെടുക്കുക, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. സപ്ലി ഇല്ലാണ്ട് ഫസ്റ്റ് ടൈം തന്നെ എഴുതിയെടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, നല്ല മാർക്ക് പോകുന്ന ആളുകളുണ്ടായിരിക്കും, അവർക്കൊരു ഐഡിയ കിട്ടും. അത് കണക്കിന് സപ്ലി ഉള്ള ആളുകളാണെങ്കിൽ അത് തോറ്റ് കഴിഞ്ഞാൽ എങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും, ഏതൊക്കെ പോർഷൻസ് കാര്യങ്ങൾ വരുന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്ലി ഇല്ലാണ്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവുക. കാരണം എന്നാൽ അത്യാവശ്യം കോളേജും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോവുക. സപ്ലി ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സപ്ലി ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് വയ്ക്കും. അതില്ലാതെ പോകുന്ന ആളുകളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എങ്ങനെയായാലും നമുക്ക് അടിപൊളിയായിട്ട് പോവാം. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഞാൻ എന്തായി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി. കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ എന്താ ലെവലെന്ന് അറിയില്ല. നിങ്ങൾ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക ഇൻഫർമേഷൻസൊന്നും തരാനില്ല, കാരണം നിങ്ങൾ അഡ്മിഷന് കയറിയിട്ടുണ്ട്. പിന്നെ അഡ്മിഷൻ കിട്ടാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഒരു വഴിയുള്ള എന്താണെന്ന് വെച്ചാൽ കോളേജ് മുഖാന്തരം തന്നെ അന്വേഷിച്ച് നോക്കുക. നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോവാം. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും സീറ്റുകൾ ഇനിയിപ്പോൾ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. അതുപോലെ ലാറ്ററൽ എൻട്രിക്കാരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയെന്ന് തോന്നുന്നുണ്ട്. ക്ലോസ് ചെയ്തോ അതോ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഇനി ആരെങ്കിലുമൊക്കെ ചേരാൻ ബാലൻസ് ഉണ്ടെങ്കിൽ കോളേജ് തലത്തിൽ തന്നെ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇപ്പോൾ പല കോളേജിൽ സ്പോട്ട് അഡ്മിഷന്, ലാറ്ററൽ എൻട്രിയുടെ സ്പോട്ട് അഡ്മിഷൻ, അതുപോലെ തന്നെ അല്ലാതുള്ള സ്പോട്ട് അഡ്മിഷന് കാര്യങ്ങളൊക്കെ കോളേജ് തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ജില്ലകളിലേക്കൊന്നും പോകുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള പ്രൈവറ്റ് കോളേജുകളൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ കോളേജ് തലത്തിലൊന്ന് അന്വേഷിച്ച് നോക്കുക, എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത് നോക്കുക, എത്രത്തോളം ഫീസാണ് വരുന്നത് നോക്കുക. ഇതൊക്കെ തന്നെ പ്രധാനമായിട്ട് നോക്കാനുള്ളൂ. പിന്നെ പരമാവധി എല്ലാ പോളിടെക്നിക് കോളേജുകളിലും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സപ്ലി ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പോളിടെക്നിക്. ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ്, അതിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് വല്ലാണ്ട് സപ്ലി ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരുപാട് സപ്ലി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി കിട്ടാനുള്ള ചാൻസ് ഈ ഒരു പോളിടെക്നിക്കിലുണ്ട്. അത് കരുതി സപ്ലി അടിച്ചാലും ജോലി കിട്ടുമെന്ന് വിചാരിച്ച് സപ്ലി അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും പറയാം, നിങ്ങൾ മാക്സിമം നോക്കുക. ഇനിയിപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ നേരത്തെ പറഞ്ഞ ഒരു കോളേജ് തരത്തിലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ്? നിങ്ങൾക്ക് എവിടേക്കാണ് അഡ്മിഷൻ കിട്ടിയത്? കിട്ടാത്ത ആളുകളുണ്ടോ? അല്ലെങ്കിൽ കിട്ടിയ ആളുകൾക്ക് എവിടേക്കാണ് കിട്ടിയുള്ളത്? പ്രതീക്ഷിച്ചാലൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.